യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹാർദമായ മനോഹരമായ ഈ ദിവസം സത്യ ഒളി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അതിൻ്റെ സംഘാടകരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളൊന്ന് വായിക്കാം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം ഒരു കപ്പൽ യാത്രയുടെയും കപ്പൽ അപകടവും അതോടൊപ്പം ആ അപകടത്തിൽ നിന്ന് അതിൽ യാത്ര ചെയ്തിരുന്ന എല്ലാ ആളുകളും രക്ഷപ്പെടുന്ന ഒരു കഥയാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും വലിയ അധ്യായമാണ് ഇത്. 27-ാം അധ്യായത്തിന് 44 വാക്യങ്ങൾ. ഈ 44 വാക്യങ്ങൾ അവിടെ വിവരിച്ചിരിക്കുന്നത് ഒരു കപ്പൽ അപകടത്തെക്കുറിച്ചാണ്. ഇതുവരെ ഉള്ള അധ്യായങ്ങളിൽ ധാരാളം ആത്മീക സത്യങ്ങൾ, ഒത്തിരി സംഭവങ്ങൾ, അതുപോലെ രാഷ്ട്രീയവും മതപരവും ഒക്കെയായിട്ടുള്ള അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിട്ട് ഈ ഒരധ്യായം മുഴുവൻ ഒരു കപ്പൽ അപകടത്തെക്കുറിച്ച് പറയുവാനായിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് അത്രമാത്രം ജീവിത പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ നാം ചിന്തിക്കും, അങ്ങനെ ഇത്രമാത്രം ഒരു കപ്പൽ അപകടത്തെക്കുറിച്ച് എന്താണ് ഇത്ര കാര്യങ്ങൾ പറയുവാനുള്ളത് എന്ന് നാം ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ, മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യരുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. പ്രത്യേകിച്ചും വിശ്വാസികളുടെ ജീവിതം ഒരു വിശ്വാസ ജീവിത യാത്രയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ അനേക കവികൾ ലോർഡ് ടെനിസൻ്റെ കവിതയിൽ സെറ്റിംഗ് സെയിൽ ടു ഇറ്റേണിറ്റി, നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രികരായിട്ട് മനുഷ്യരെ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതം നമുക്കറിയാം ടോട്ടലി ഒരു യാത്രയായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ അതുപോലെ ഈ പൗലോസിൻ്റെ ജീവിതത്തിലെ മതപരവും രാഷ്ട്രീയവുമായ ജീവിതത്തിൻ്റെ അവസാനം പൗലോസ് കൈസരുടെ അടുത്തേക്ക്, റോമിലേക്ക് പോകുവാനായിട്ട് കൈസറെ അഭയം ചൊല്ലുകയാണ്. അദ്ദേഹത്തെ വിസ്തരിച്ച യഹൂദ പ്രമാണിമാർ, അതോടൊപ്പം ഗവർണർമാർ, നാട്ടുരാജാക്കന്മാർ, ഇവരുടെ അടുത്തു നിന്നൊന്നും തനിക്ക് നീതി കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ കൈസരിയിൽ വെച്ച് പൗലോസ് റോമിൽ കൈസറുടെ അടുത്തേക്ക് പോകുവാനായിട്ട് അദ്ദേഹം അപ്പീൽ കൊടുക്കുകയാണ്. ഐ ഗീവ് മൈ അപ്പീൽ ടു സീസർ. അതുകൊണ്ട് അവിടുത്തെ ശതാധിപനും അതുപോലെ ദേശാധിപതിക്കുമൊക്കെ, ഗവർണർക്ക് പൗലോസിനെ റോമിലേക്ക് അയച്ചേ മതിയാകുകയുള്ളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ കാത്ത് കിടക്കുകയാണ്. കൈസരിയിൽ ഏകദേശം 2 വർഷത്തോളം താൻ ചിലവഴിച്ചു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അദ്ദേഹം റോമിലേക്ക് പോകേണ്ട സമയമായി. അവർ കപ്പൽ യാത്ര ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിയിലേക്ക് പോകണം എന്ന കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചിട്ട് ഈ തടവുകാർ, അവിടെ കപ്പലിലെ ജോലിക്കാരും തടവുകാരും ഉൾപ്പെടെ 273 പേര്, ദൈവദാസന്മാർ 3 പേര്, അങ്ങനെ 276 പേരാണ് യാത്ര ചെയ്യുന്നത്. അതിൽ പൗലോസുണ്ട്, ലൂക്കോസുണ്ട്, അരിസ്തഹ്രോസുണ്ട്. തെസ്സലോനിക്കക്കാരനായ അരിസ്തഹ്രോസും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ 3 പേര് ദൈവമക്കളായിട്ട് നമുക്കറിയാം. ശതാധിപനുണ്ട്, അതുപോലെ മാലുമിയുണ്ട്, കപ്പൽ ഉടമയുണ്ട്, കപ്പലിൻ്റെ ക്യാപ്റ്റൻ, അങ്ങനെ കപ്പലിലെ ജോലിക്കാർ, പിന്നീട് ബാക്കിയുള്ളവരൊക്കെ ക്രിമിനൽസാണ്, തടവ് പുള്ളികളാണ്.
റോമിലേക്ക് പോകുവാനും അവിടെ വെച്ച് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അവർക്ക് കൊല്ലപ്പെടുവാനായിട്ടാണ് അവർ റോമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ യാത്ര തിരിക്കുമ്പോൾ 273 പേര്. അപ്പോൾ ദൈവം ഒരു കാര്യം പൗലോസിനോട് പറയുകയാണ്. പൗലോസ് പറഞ്ഞു, ഈ യാത്ര ഇപ്പോൾ ചെയ്യരുത്, അല്പം കൂടെ താമസിച്ചിട്ട് പോകണം എന്ന് പൗലോസ് പറഞ്ഞു. എന്നാൽ കപ്പലുടമയും മാലുമിയും പൗലോസിൻ്റെ വാക്കിനേക്കാൾ മറ്റുള്ളവർ പറയുന്നതാണ് കേട്ടത്. ഭൂരിപക്ഷം പറഞ്ഞു നമുക്ക് യാത്ര ചെയ്യാം. എന്നാൽ ന്യൂനപക്ഷമായ ദൈവദാസന്മാർ പറഞ്ഞു നമുക്ക് യാത്ര ചെയ്യുവാൻ പാടില്ല, ഇപ്പോൾ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെ അവർ യാത്ര ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ യാത്ര സൗകര്യപ്രദമാണ് എന്നവർ വിചാരിച്ചു. അങ്ങനെ യാത്ര തുടർന്ന് അങ്ങനെ മുൻപോട്ട് ഞങ്ങളങ്ങനെ ആസ്യക്കര പറ്റി ഓടുവാനായിട്ട് തുടങ്ങി. എന്നാൽ പെട്ടെന്ന് മുൻപോട്ട് പോയപ്പോൾ കാറ്റ് പ്രതികൂലമായി ബാധിക്കുകയാണ്. ഈ മന്ദമാരുതൻ അടിക്കുന്നത് പെട്ടെന്ന് മാറിയിട്ട് ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ അടിക്കുകയാണ്. യൂറിക്ലൈഡൻ അഥവാ ഈശാനമൂലൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നു. കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നു. മാനുഷികമായി നാം പലപ്പോഴും അനുകൂലമെന്ന് കാര്യങ്ങൾ ചിന്തിക്കാം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുമ്പോൾ കാര്യങ്ങൾ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ പൗലോസ് എന്ന ദൈവദാസൻ പറയുന്നതിന് ചെവി കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കുമെന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം പറയുന്നതിനെയാണ് ആളുകൾ സ്വീകരിച്ചത്. ഇന്നത്തെ ലോകവും അങ്ങനെ തന്നെയാണ്. ദൈവമക്കൾ പറയുന്നത് ആരും കേൾക്കുവാനായിട്ട് ചെവി കൊടുക്കുന്നില്ല. ലോകം എന്തു പറയുന്നു, അനുകൂല സാഹചര്യങ്ങൾ എന്തു പറയുന്നു, പണവും സ്വാധീന ശക്തിയും അതുപോലെയുള്ള അധികാരികൾ എന്തു പറയുന്നു, ഇതാണ് പലപ്പോഴും ഇന്നത്തെ ലോകം ശ്രദ്ധിക്കുന്നത്. ദൈവമക്കൾ പറയുന്ന അതിൻ്റെ അനുകൂല വശങ്ങൾ സ്വീകരിപ്പാൻ ഇന്നത്തെ ലോകത്തിന് കഴിയുന്നില്ല. ഞാനൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയട്ടെ. 12 പേര് കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോയി. അവർ മടങ്ങി വന്നിട്ട് 10 പേരും പറഞ്ഞു നമുക്കവിടെ പോകുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ 2 പേര് പറഞ്ഞു, അത് യോശുവയും കാലേബും ആയിരുന്നു. 2 പ്രഭുക്കന്മാർ പറഞ്ഞു നമുക്കവിടെ പോകാം, യഹോവ നമ്മോടുകൂടെ ഉണ്ട്, നമുക്ക് പോകാം. പക്ഷേ ആളുകൾ സ്വീകരിച്ചത് 10 പേര്. മെജോറിറ്റി പറഞ്ഞതാണ് സ്വീകരിച്ചത്, മൈനോറിറ്റി പറഞ്ഞത് സ്വീകരിച്ചില്ല. എന്നാൽ നമുക്കറിയാം മൈനോറിറ്റി പറഞ്ഞതായിരുന്നു ശരി. ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. അവർ കനാൻ നാട്ടിലേക്ക് പോയി. അവിടെ ഉറ്റുനോക്കി. അവിടെ ചെന്നത് കീഴടക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കത് കീഴടക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ അവിശ്വാസികളായ ആളുകൾക്ക് ആർക്കും അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. പിന്നീടുള്ളൊരു തലമുറയാണ്, അവിശ്വാസ തലമുറ മുഴുവനും മരുഭൂമിയിൽ നശിച്ചുപോയി എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ മെജോറിറ്റി പറയുന്നതല്ല, മൈനോറിറ്റി. ദൈവം എന്തു പറയുന്നു? ഈ മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു. മാർട്ടിൻ ലൂതറോട് അദ്ദേഹത്തിൻ്റെ റിഫോർമേഷൻ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ പറഞ്ഞു, മാർട്ടിൻ ലൂതറെ നിങ്ങൾ ഒരു മൈനോറിറ്റി മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാർട്ടിൻ ലൂതർ പറഞ്ഞ മറുപടി, വൺ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി നോട്ട് മൈനോറിറ്റി. ദൈവത്തോടു കൂടെയുള്ള ഒറ്റയാളാണ് മെജോറിറ്റി, അത് മൈനോറിറ്റി അല്ല. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മെജോറിറ്റിയാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കാതെ കപ്പൽ നീക്കി അവർ മുമ്പോട്ട് പോകുന്തോറും കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നീട് ബഹുദിവസം പതുക്കെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിൻ്റെ സമീപത്തുള്ള ശുഭതുറമുഖം എന്നുള്ള സ്ഥലത്തെത്തി. പൗലോസ് പറയുന്നു, ഈ യാത്രയിൽ പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു. അപ്പോൾ ശതാധിപൻ ചിന്തിച്ചു,
ഈ ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുവാൻ പോകുന്ന ഈ മനുഷ്യൻ എന്ത് സ്വാധീനമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇദ്ദേഹത്തിന് കപ്പൽ യാത്രയിൽ വലിയ സ്വാധീനമുള്ള ആളല്ല, അറിവുള്ള ആളല്ല. യഹൂദന്മാർ പൊതുവെ ലാൻഡ് യാത്രക്കാരാണ്, കരയാത്രികരാണ്. അവർ കടലിൽ കൂടെ യാത്ര ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ എക്സ്പീരിയൻസ് അവർ കണക്കാക്കിയില്ല. പൗലോസിനിവിടെ എക്സ്പീരിയൻസിനേക്കാൾ ദൈവത്തിൻ്റെ ആലോചനയാണ് പൗലോസിന് പറയുവാനുള്ളത്, ഇപ്പോൾ യാത്ര ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ അത് കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ തെക്കൻ കാറ്റ് എന്നാൽ പെട്ടെന്ന് യൂറിക്ലൈഡൻ അടിച്ചു, വലിയ പ്രശ്നങ്ങളായി, കപ്പൽ പാറിപ്പോവുകയാണ്. ഞങ്ങളൊരു കൊടുങ്കാറ്റിൽ അത്യന്തം അലയുകൊണ്ട് ചരക്കും അതിൻ്റെ സാധനങ്ങളും കപ്പലിൻ്റെ ഉപകരണങ്ങളുമൊക്കെ വെളിയിൽ ഇട്ടുകളഞ്ഞു. 14 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല, സൂര്യനെ കാണുന്നില്ല, എല്ലാവരും അവശരായി ക്ഷീണിതരായിരിക്കുകയാണ്. അപ്പോഴാണ് പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണ് ഒരു ദൈവദാസന് അല്ലെങ്കിൽ ദൈവദാസന്മാരായ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുന്നുള്ളൂ. ഈ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് മൗനമായിരിക്കുവാൻ സാധ്യമല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കണം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എൻ്റെ ഉടയവനും, മൈ ക്രിയേറ്റർ, മൈ അതോറിറ്റി, എൻ്റെ ദൈവം, എൻ്റെ ഉടയവൻ. ആ പൗലോസിൻ്റെ ദൈവവുമായിട്ടുള്ള കോൺഫിഡൻസ്, വ്യക്തിപരമായ ബന്ധം, ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ പറയേണ്ടത് കേൾക്കണമായിരുന്നു, പക്ഷേ നിങ്ങൾ കേട്ടില്ല. എങ്കിലും നിരാശപ്പെടരുത്, എല്ലാവരും ഭക്ഷണം കഴിക്കുക. 14 ദിവസമായി നിങ്ങളൊന്നും ആഹാരം കഴിക്കുന്നില്ല. ഒരു പക്ഷേ കപ്പലിന് അപകടമുണ്ടായാലും നിങ്ങളെല്ലാവരും രക്ഷപ്പെടും, നിങ്ങൾക്ക് നീന്തി കയറണം. അപ്പോൾ ഇവിടെ ഈ കൊടുങ്കാറ്റ് ദൈവത്തിൻ്റെ പദ്ധതിയെ ഇവിടെ തടസ്സപ്പെടുത്തുന്നില്ല, അത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പൗലോസ് അവരോട് പറയുന്നു, അധൈര്യപ്പെടരുത്, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. ഇത് ഓരോ ദൈവമക്കളും കരുതിക്കൊള്ളണം. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ലോകത്തോട് ചേർന്ന് നാമും നിരാശപ്പെട്ടു പോകരുത്. പ്രതിസന്ധിയിൽ ദൈവമക്കൾ ധൈര്യമായി നിൽക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കണം. ദൈവം എന്ത് നമ്മോട് പറയുന്നുവോ അത് സമൂഹത്തോട് നാം പറയണം, അവരെ ധൈര്യപ്പെടുത്തണം. ഓക്കെ, പൗലോസ് ഇവിടെ അതാണ് ചെയ്യുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എന്നോട് ദൈവം സംസാരിച്ചു, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം കഴിഞ്ഞ രാത്രിയിൽ ഹീ ടോക്ക് ടു മീ. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ആരുടെയും ജീവൻ ഒരു നഷ്ടവും വരത്തില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ നീന്തിപ്പോകണം, അതിന് നിങ്ങൾക്ക് ആരോഗ്യം വേണം, നിങ്ങളുടെ ക്ഷീണം മാറണം, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യത്തിൽ വി നീഡ് ഫിസിക്കൽ ഫുഡ്. അപ്പോൾ ആ ഫിസിക്കൽ ഫുഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അവർ ആ കപ്പൽ ചെന്ന് ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച് കപ്പൽ തകർന്നു പോയി. എന്നാൽ ഒരൊറ്റ ജീവനും നഷ്ടപ്പെട്ടില്ല. പലകയിലും ഒക്കെ പിടിച്ച് അതുപോലെ നീന്താവുന്നവർ നീന്തി എല്ലാവരും രക്ഷപ്പെട്ടു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ചില സമയത്ത് അനുസരിക്കാത്ത ഈ ലോകത്തിൻ്റെ കൂടെ നമ്മളും പ്രതിസന്ധിയിലായിപ്പോകും. വി ആർ ഓൺ ബോർഡ് വിത്ത് ദീസ് പീപ്പിൾ. ചിലപ്പോൾ നാം ഒരു കാരണവശാലും ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരോടുകൂടെ കഷ്ടത നാമും അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്, നാം ഒന്നും ചെയ്തതല്ല. എന്നാൽ ചില ആളുകൾ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നത് ജീവിത സാഹചര്യത്തിൽ നിന്നുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകാം, മക്കളിൽ നിന്നുണ്ടാകാം. വി ആർ ഓൺ ബോർഡ് വിത്ത് ദ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുങ്കാറ്റ് ജീവിതത്തിലുണ്ടായി എന്ന് വരാം, വലിയ പ്രതിസന്ധിയും പ്രയാസവും. ദൈവം കൊടുങ്കാറ്റ് അയക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ ഒരു കാര്യം, ഈ കൊടുങ്കാറ്റിന് ദൈവത്തിൻ്റെ മുഖത്തെ മറയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഈ വലിയ കൊടുങ്കാറ്റ് യൂറിക്ലൈഡൻ
ചുഴലിക്കാറ്റ്, അതിനെ ദൈവത്തിൻ്റെ മുഖത്തെ മറയ്ക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടും, അത് ദൈവത്തിൻ്റെ സമയത്ത് നിറവേറ്റപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ അത് നിറവേറ്റപ്പെടുകയാണ്. കപ്പൽ അപകടമുണ്ടായി, കപ്പൽ തകർന്നു പോയി, പക്ഷെ അവരെല്ലാവരും രക്ഷപ്പെട്ടു. രക്ഷപ്പെടുമെന്ന് ആരാ പറഞ്ഞത്? വലിയവനായ ദൈവമാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവന് യാതൊരു കുഴപ്പവും വരത്തില്ല. പൗലോസ് അത് വിശ്വസിച്ചു, പൗലോസ് അത് മറ്റുള്ളവരെ അറിയിച്ചു. അവർ അപകടപ്പെട്ടെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. ഇവിടെ ഒരു സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം ആയിരിക്കുന്ന സമൂഹത്തെ ഉത്ബുദ്ധരാക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവർക്ക് പ്രകാശം പകരുവാൻ ദൈവം നമ്മെയാണ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ആ പ്രവൃത്തി നാം ചെയ്തേ മതിയാകുകയുള്ളൂ. എന്നാൽ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാണിങ് നമ്മൾ കൊടുത്തേ മതിയാകുകയുള്ളൂ. അനുസരണക്കേടിൻ്റെ ആ വാണിങ് നാം അവർക്ക് കൊടുക്കണം. ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഈ ലോകം ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, സുവിശേഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം സുവിശേഷം അറിയാത്തവരായി പാപത്തിൽ നിബന്ധിച്ച് ലോകം നാശത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ലോകത്തിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷം മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ചും ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ യാത്ര തുടങ്ങിയപ്പോൾ when the voyage began, Paul was a prisoner. പൗലോസ് ഒരു തടവ് പുള്ളിയായിരുന്നു. പക്ഷേ ഈ യാത്ര അവസാനിച്ചപ്പോൾ he became the captain of the ship. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ട് ആര് മാറി? പൗലോസ് മാറി. 273 ആളുകളെ, 3 പേര് ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്. 273 ആളുകളെ ആ യാത്രയിൽ ദൈവം പൗലോസിന് കൊടുത്തു. അത്രയും പേര് രക്ഷിക്കപ്പെട്ടു. ഈ ആൾക്കാർ കൈസരിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചങ്ങലയിട്ടുകൊണ്ട് യൂലിയോസ് എന്ന ശതാധിപൻ്റെ കൂടെ ഇവർ നടന്നു പോകുമ്പോൾ പ്രാഗിയും കരഞ്ഞും നശിച്ചും ആളുകളെ പഴിച്ചും അവർ മരിക്കാൻ പോവുകയാണ്. ഈ ആളുകൾ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവരെ നിരാശരായി അവർ പോവുകയാണ്. പക്ഷേ ഈ യാത്ര അവസാനിക്കാറായപ്പോൾ അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടായി. അവർ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. അവർ പൗലോസ് പറഞ്ഞ സുവിശേഷം കേട്ടു. എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ദൈവം പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഗീവ് ഓൾ ദീസ് പീപ്പിൾ ടു യു. ഇവരെ എല്ലാവരെയും ഞാൻ നിനക്ക് തരുവാൻ പോകുന്നു. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഒരുപക്ഷെ റോമിൽ ചെന്ന് അവർ കുറ്റവാളികളായതുകൊണ്ട് ഒരുപക്ഷെ അവരെ കൊല്ലും. അവർ കൊലക്കയറിലേക്കായിരിക്കും പോകുന്നത്. എങ്കിലും അവരിറങ്ങി വന്നതുപോലെയല്ല ഇപ്പോൾ പോകുന്നത്. ഓരോ വ്യക്തിയും ആ കപ്പലിൽ നിന്നിറങ്ങി റൂമിലേക്ക് കയറുമ്പോൾ സ്തോത്രം പാടിക്കൊണ്ട്, ഇന്ന് ഞങ്ങൾക്ക് യാതൊരു നിരാശയുമില്ല, ഞങ്ങൾ ഈ കപ്പലിൽ കയറിയതുപോലെയല്ല ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, ഞങ്ങൾ ധൈര്യമുള്ളവരാണ്, മുൻപോട്ട് പോകുന്നു, ഞങ്ങൾക്കിന്നൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഇവിടെ റോമിലെ കൊലക്കയറിൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്ത് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. പൗലോസിനോട് ചേർന്ന് അവർക്കും പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അവരെല്ലാവരും ആ പ്രത്യാശയോടുകൂടി പിന്നീടുള്ള ദിവസങ്ങൾ ജീവിച്ചു. ഒരു ദൈവദാസൻ ഒരു സമൂഹത്തോടു കൂടി ഉണ്ടായിരുന്നപ്പോൾ ആ സമൂഹത്തിനുണ്ടായ അത്ഭുതകരമായ വ്യത്യാസം ഇത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ.